ഗസയിലെ അമേരിക്കൻ ഇസ്രായേൽ വംശഹത്യയെ സഹായിക്കുന്നതിൽ AI സാങ്കേതിക വിദ്യകൾക്ക് നിർണായക പങ്കുണ്ട്. ഫലസ്തീനികളുടെ ഫേസ് ഡാറ്റ മുതൽ വാട്സപ്പ് ചാറ്റ് വരെ നിരീക്ഷിച്ച് സ്റ്റോർ ചെയ്യാനും ഹമാസ് എന്ന് സംശയിക്കുന്നവരെ വിദൂര സാധ്യത മാത്രമാണെങ്കിലും തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്താനും അതിൽ തന്നെ കുടുംബത്തോടെ ഇല്ലാതാക്കാൻ ടാർഗറ്റ് ചെയ്ത് വീട്ടിൽ കയറുന്ന സമയം നോക്കി ആക്രമണം നടത്താനും പ്രത്യേകം സജ്ജമാക്കിയ AI ടൂളുകൾ ഇസ്രായേൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സെറ്റായുടെ ഡെഡ്ലി അൽഗോരിതംസ് ഡിസ്ട്രക്റ്റീവ് റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഗാസ വാർ എന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ സൈനിക ഓപ്പറേഷനുകളിൽ വർദ്ധിച്ചു വരുന്ന ടെക്നോളജിയുടെ ഉപയോഗം യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. ഈ പുതിയ രീതിയിൽ മനുഷ്യരല്ല, മറിച്ച് മെഷീനുകളാണ് ആരൊക്കെ ജീവിക്കണമെന്നും മരിക്കണമെന്നും തീരുമാനിക്കുന്നത്. ആ റിപ്പോർട്ടിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ്: ഇസ്രായേൽ യൂസ് ഓഫ് AI in war has removed human judgment from many decisions, especially in Gaza. ലാവൻഡർ, വറിസ് ഡാഡി, ഹബ്സോറ തുടങ്ങിയ ഹൈടെക് AI സംവിധാനങ്ങളാണ് പരിസ്ഥിതികളെ ലക്ഷ്യം വെക്കുന്നതിലും മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നതിനു വേണ്ടിയും ഉപയോഗിച്ചു വരുന്നത്. ഗസയിൽ പ്രയോഗിച്ച നൂതന AI സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ഭീതിജനകമായ വസ്തുത എന്തെന്നാൽ ഇതൊക്കെയും അതിൻ്റെ പ്രാരംഭ വെർഷനുകൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഗസയിലെ നിരപരാധികളായ മനുഷ്യർക്കു മേലാണ് കോർപ്പറേറ്റ് ടെക് ഭീകരന്മാരുടെ AI സാങ്കേതിക വിദ്യ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കം പിളർത്തി നടപ്പാക്കുന്ന വംശഹത്യയിൽ പരീക്ഷിക്കപ്പെടുന്ന AI ടൂളുകൾ ഭാവിയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലെത്തിച്ച് ലാഭം കൊയ്യുക എന്നതുകൂടിയാണ് ഇസ്രയേലിൻ്റെ വിശാല പദ്ധതി. ചുരുക്കി പറഞ്ഞാൽ കൊളോണിയൽ ഇസ്രയേലിന് ഗസ ഒരു ലബോറട്ടറി തന്നെയാണ്.